2025 ലാലേട്ടൻ നായകനായി എത്തിയ 3 സിനിമകളും സൂപ്പർ ഹിറ്റും ബ്ലോക്ക് ബസ്റ്ററുമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2025 അദ്ദേഹത്തിന്റെ സിനിമകൾ റിലീസിനെത്തിയത് ഫെസ്റ്റിവൽ സീസണിൽ തന്നെയായിരുന്നു. ഓണത്തിന് ഹൃദയപൂർവ്വം തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റായി മാറി. വിഷുവിന് മുൻപ് പെരുന്നാളിന് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ചിത്രമായിരുന്നു എമ്പുരാൻ. അത് കഴിഞ്ഞ് വിഷു സീസണിൽ തന്നെ വിഷു കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു തുടരും. അത് ഇൻഡസ്ട്രി ഹിറ്റായി മാറി. ഇതേപോലെ 2026ലും ലാലേട്ടന്റെ സിനിമകൾ ഫെസ്റ്റിവൽ സീസണുകളിൽ തന്നെയാണ് റിലീസിനെത്തുന്നത്. അതിന് തുടക്കം കുറിക്കുന്നത് ദൃശ്യവും പാട്രിയറ്റുമാണ്. ഈ 2 ചിത്രങ്ങളും വിഷു കാലത്താണ് തിയേറ്ററിലെത്തുന്നത്. ഏപ്രിൽ 2-ന് ദൃശ്യം റിലീസിനെത്തുന്നു, ഏപ്രിൽ 23-ന് പാട്രിയറ്റും. അത് കഴിഞ്ഞ് ഓണത്തിന് റിലീസിനെത്തുന്നത് ലാലേട്ടന്റെ 3 സിനിമകളാണ്. 3 സിനിമകളിലും ലാലേട്ടൻ അതിഥി വേഷത്തിലാണ് എത്തുന്നത്. അതിലൊന്ന് തമിഴിൽ നിന്ന് വരുന്ന ജയിലർ 2 ആണ്. മലയാളത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൾ നായികയായെത്തുന്ന തുടക്കവും പൃഥ്വിരാജ് നായകനാവുന്ന ഖലീഫയുമാണ് ചിത്രങ്ങൾ. അത് കഴിഞ്ഞ് പൂജ റിലീസായി ലാലേട്ടന്റെ L366 റിലീസ് ചെയ്യും. ഇപ്പോൾ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഒക്ടോബർ 15 അതല്ലെങ്കിൽ 16 തീയതികളിലായിട്ടാണ്. ഈ ഒരു സമയം പൂജ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ ലാലേട്ടന്റെ ഈ വർഷത്തെ പ്രധാന റിലീസുകളെല്ലാം ചാർട്ട് ചെയ്തിരിക്കുന്നത് മെയിൻ സീസണുകളിൽ തന്നെയാണ്. ഇനി ക്രിസ്മസ് സീസൺ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു സീസണിൽ ലാലേട്ടന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവുമെന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കത്തനാർ റിലീസിനെത്തുമോ, അതല്ലെങ്കിൽ ലാലേട്ടൻ നായകനാവുന്ന L367 അതല്ലെങ്കിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന ദിലീഷ് പോത്തൻ പ്രോജക്റ്റോ ആയിരിക്കും ക്രിസ്മസിന് റിലീസിനെത്തുക. ഏതായാലും ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരം മെയിൻ സീസണുകളിൽ തന്നെ പടം റിലീസ് ചെയ്യുന്നത് ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. വലിയ കളക്ഷനുകളിൽ ഹോളിഡേ പീരീഡിൽ എടുക്കാൻ കഴിയുന്നത് സൂപ്പർതാര ചിത്രങ്ങൾക്ക് തന്നെയാണ്. ലാലേട്ടനെ സംബന്ധിച്ച് ഇതെല്ലാം പ്രോമിസിംഗ് ആയ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.